നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഗർഭാശയ ക്യാൻസർ നിർമ്മാർജ്ജന ദിനം. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും അതുപോലെ തന്നെ അപകട സാധ്യതയുള്ളതുമായ അർബുദങ്ങളിൽ ഒന്നാണ് സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ മുഖ ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സന്തോഷ് കുര്യാക്കോസ് ആണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്? ഗർഭപാത്രത്തിന്റെ കവാടം അല്ലെങ്കിൽ മുഖം തുറക്കുന്നത് യോനിനാളത്തിലേക്കാണ്. അപ്പോൾ ഈ ഒരു ഗർഭപാത്ര മുഖം അഥവാ ഗർഭാശയകളം എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാകുന്ന ക്യാൻസറിനെയാണ് ഗർഭാശയകള ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ. ഈ അടുത്ത കാലം വരെ ഇന്ത്യയിൽ രണ്ടാമത്തെ ക്യാൻസർ, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം. രണ്ടാമത് കാണപ്പെട്ടിരുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. ചെറുതായിട്ട് തോത് കുറഞ്ഞെങ്കിലും ഇന്നും 3ഉം 4ഉം സ്ഥാനങ്ങളിൽ കേരളത്തിലും ഇന്ത്യയിലും ഇന്ന് അതിന് പ്രാമുഖ്യത്തോടുകൂടി നിലകൊള്ളുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻസർ തടയപ്പെടാവുന്ന ഒരു ക്യാൻസറാണ്. അതിപ്പോൾ നിങ്ങൾ ക്യാൻസർ തടയാൻ പറ്റുമോ? അതെ, ലോകാരോഗ്യ സംഘടന ഈ ക്യാൻസർ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള 90-70-90 പ്രോജക്റ്റ് ഇന്ന ദിവസം 5 വർഷം തികയാണ് ഈ പ്രോജക്റ്റ് റോൾ ഔട്ട് ചെയ്തിട്ട് അഥവാ അനൗൺസ് ചെയ്തിട്ട്. അപ്പം നമ്മളത് എവിടം വരെ ആയി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഗർഭാശയകള ക്യാൻസർ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു വസ്തുത. ചികിത്സാ രീതികൾ എന്ന് പറയുന്നത് അതെ, അത് 3 പില്ലേഴ്സാണ്, 3 തൂണുകളാണുള്ളത്. ഒന്നാമത്തെ തൂണ്, ഇത് ഉണ്ടാക്കുന്നത് ഈ ക്യാൻസർ 99.5% ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പുലോമ വൈറസ് HPV എന്ന് പറയുന്ന ഒരു വൈറസ് ആണ്. അപ്പം നിങ്ങൾക്കറിയാം, കുറച്ച് പ്രായമുള്ള എന്റെയൊക്കെ പ്രായമുള്ള ആൾക്കാർക്ക് അറിയാം, മുമ്പ് സ്മോൾ പോക്സ് എന്ന് പറയുന്നത് ലോകത്തെ ഗ്രസിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാൻസർ ആയിരുന്നു. അതൊരു വൈറസ് ബാധമാണ്. അത് 1980 അത് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. ഈ ക്യാൻസർ HPV എന്ന് പറഞ്ഞ വാക്സിൻ വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനെതിരെ 98% ഫലപ്രദമായ ക്യാൻസർ വാക്സിൻ നിലവിലുണ്ട്. അപ്പൊ ഈ വാക്സിൻ ഉപയോഗിച്ച് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട അതിന്റെ പില്ലർ. 90% ഇതിന് വാക്സിനേഷൻ കവറേജ് നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ തൂണ്. രണ്ടാമത്തെ തൂണ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഈ രോഗം ബാധിക്കുന്നതിന് മുമ്പ് ഒരു 5 മുതൽ 10 വർഷം വരെ സ്ത്രീകളുടെ ഗർഭാശയ മുഖത്ത് ചില കളർ വ്യത്യാസങ്ങളും ചില ചെറിയ ചെറിയ കോശങ്ങളിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടാകും. ഈ സമയത്ത് നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് അഥവാ ലളിതമായ ചില ടെസ്റ്റുകൾ ഉപയോഗിച്ച് ഇതിനെ കണ്ടെത്താം. ക്യാൻസർ ആവുന്നതിന് മുമ്പും ഒരുപക്ഷെ ക്യാൻസർ ആയി കഴിഞ്ഞാൽ തന്നെ തുടക്കത്തിലുമൊക്കെ ഇതിനെ കണ്ടെത്തി ഇതിനെ 100% ചികിത്സിച്ച് ഭേദപ്പെടുത്താം. അത് ഒരു 70% പേഷ്യൻസിലും നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് രണ്ടാമത്തെ തൂണ്. മൂന്നാമത്തെ തൂണെന്ന് പറയുന്നത്, നമ്മൾ ഇപ്രകാരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള രോഗികളിൽ ഒരു 90 മുതൽ 100%, 90%ആണ് രോഗകാര്യ സംഘടന പറയുന്നത്, 90%-നെ നമുക്ക് ഫലപ്രദമായ ചികിത്സ നൽകാൻ സാധിക്കുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ 3 പില്ലറാണ്. 1 വാക്സിനേഷൻ, 2 സ്ക്രീനിങ്, 3 ഫലപ്രദമായ ട്രീറ്റ്മെന്റ്. ഇത് 3ഉം നൽകുന്നതിലൂടെ നമുക്ക് ഈ രോഗത്തെ ഒരു കുറച്ച് വർഷങ്ങൾ, അത് രോഗാരോഗ്യ സംഘടന കൃത്യമായി പറയുന്നുണ്ട്, ആ സമയത്തിലൂടെ നമുക്ക് ഈ രോഗത്തിനെ പൂർണ്ണമായിട്ടും നമുക്കതിനെ നമ്മുടെ വറുതിയിൽ വരുത്താൻ സാധിക്കും. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ ഇപ്പൊ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ വളരെ അപകടമുണ്ടാക്കുന്നതാണ് ഈ ഗർഭാശയ മുഖ അർബുദം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രതിരോധം എന്താണ്? അതായത് ഗർഭാശയ മുഖ അർബുദം നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും? എന്തൊക്കെ പ്രതിരോധങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? അതായത് 9 മുതൽ 15 വയസ്സിന് ചുവടെയുള്ള പെൺകുട്ടികളിൽ നമുക്ക് വാക്സിനേഷൻ, പലതരം വാക്സിൻ ഇപ്പൊ ഇന്ത്യയിൽ ലഭ്യമാണ്. സെർവാവാക്, സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സെർവാവാക്, അല്ലെങ്കിൽ ഗർഡാസിൽ, മെർക്കിന്റെ ഗർഡാസിൽ, ഈ 2 വാക്സിനാണ് കോമൺ ആയിട്ട് അവൈലബിൾ. ഈ വാക്സിൻ ഏതെങ്കിലും 2 ഡോസ് മാത്രം വെച്ചാൽ മതിയാവും 15 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിൽ. 15 മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾക്ക് 3 ഡോസാണ് പറയുന്നത്. അത് 26 വയസ്സ് വരെയും നമുക്ക് കൊടുക്കാം. ഐഡിയലി ലൈംഗിക വേഴ്ച തുടങ്ങുന്നതിന് മുമ്പ് ഇത് കൊടുക്കുന്നതാണ് ഉത്തമം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രായം വെച്ചിരിക്കുന്നത്. 15 വയസ്സിന് ചൂടെയുള്ള കുട്ടികളാണെങ്കിൽ 2 ഡോസ്, 26 വയസ്സ് വരെ, 20 ഐഡിയൽ, 26 വയസ്സ് വരെ നമുക്ക് 3 ഡോസ്. അതിൽ തന്നെ രോഗാരോഗ്യ സംഘടന ഈ അടുത്ത കാലത്തെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. 20 വയസ്സിൽ ചുവടെയുള്ളവർക്ക് ഒറ്റ ഡോസ് വാക്സിൻ വെച്ചാലും
ഏറെക്കുറെ ഇതേ ഫലപ്രദമായ ഈ ഫലം തന്നെ 2 വെക്കുന്നതോ 3 വെക്കുന്നതോ ആയ ഫലം കിട്ടും എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് 2022 WHO പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡോസ് വാക്സിൻ ഏകദേശം 1800 രൂപ ചെലവ് വരും. ഒരൊറ്റ ഡോസ് വാക്സിനിലൂടെ നമുക്ക് ഒരു രോഗത്തെ തന്നെ തുടച്ചു നീക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ? ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്, അതിൻ്റെ വാക്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. അതായത് ഇതിന് വാക്സിൻ ലഭ്യമാണോ? അത് അങ്ങനെയാണെങ്കിൽ വാക്സിനെ കുറിച്ച് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതായത് ഈ അസുഖം ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിലാണ് വാക്സിൻ എടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് വാക്സിൻ എടുക്കേണ്ടതായിട്ടുള്ളത്? വാക്സിൻ എടുക്കേണ്ടത് എപ്പോഴും കുട്ടികളിലാണ്. 9 മുതൽ 15 വയസ്സാണ് ഏറ്റവും ഫലപ്രദമായ പ്രായം. 1 ഡോസ് വാക്സിൻ, 2 ഡോസ് വാക്സിൻ. 2 ഡോസാണ് ഐഡിയൽ. തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത സെർവാവാക്, CERVAC, സെർവാവാക് അവൈലബിൾ ആണ്. അതാണ് ഞാൻ പറഞ്ഞ വില. 2000 ചുവടെ അതിന് വില വരുന്നുള്ളൂ. 1 ഡോസ് വെച്ചാൽ മതി. WHO കണക്ക് പ്രകാരം 2 ഡോസ് വെച്ചാൽ ഏറ്റവും നല്ലത്. അത് ഇനി 15 മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ 3 ഡോസാണ് റെക്കമെൻഡേഷൻ. 1 ഡോസെങ്കിലും വെച്ചാൽ ഏറ്റവും നല്ലത്. അത് 26 വയസ്സ് വരെ, ലൈംഗിക വീഴ്ച ആരംഭിക്കുന്നതിന് മുമ്പ് അഥവാ വിവാഹത്തിന് മുമ്പ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വാക്സിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ടല്ലോ, അതായത് ഇതിൽ അടിസ്ഥാനമൊക്കെ ഉള്ളതാണോ? അതായത് അതുപോലെ ഇല്ല 2009-10 കാലഘട്ടങ്ങളിൽ ഇന്ത്യ ഒട്ടുക്ക് ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ ക്യാൻസർ റിസർച്ച് IARC നടത്തിയിട്ടുള്ള ഒരു പഠനമായിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യപ്പെട്ടത്. അന്ന് കുറച്ച് ഏതാനും കുട്ടികൾ 7-8 കുട്ടികൾ മരണമടയുകയുണ്ടായി. അത് പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് അതിനെ വ്യക്തമായി നിരീക്ഷിച്ചു. അതിൽ ചിലർ മലേറിയ, ട്യൂബർകുലോസിസ്, മുങ്ങിമരണം, ഇങ്ങനത്തെ കാരണം കൊണ്ടുള്ള ഡെത്താണ് ഉണ്ടായിട്ടുള്ളത്. അതൊന്നും വാക്സിൻ അസോസിയേറ്റഡ് ഡെത്തുകളല്ലായിരുന്നു. അത് പൂർണ്ണമായിട്ടും അത് ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി അത് കണ്ടുപിടിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വാക്സിൻ കൊടുക്കുമ്പോൾ നമുക്ക് എത്രയോ വാക്സിനുകൾ ഇന്ന് കുട്ടികൾക്ക് മുന്നിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ കാണുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ അലർജികളോ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല പനിയോ ഒക്കെ അല്ലാതെ കാര്യപ്പെട്ട രോഗങ്ങളോ അവസ്ഥകളോ ഒന്നും നമ്മൾ അതിനെ കൊണ്ട് കാണാറില്ല. വ്യക്തമാവുന്നുണ്ട് ഡോക്ടർ. അതുപോലെ തന്നെ ഈ വാക്സിൻ എത്രത്തോളം ഫലപ്രദമാണ്? അതായത് ഈ വാക്സിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടോ? പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. 95 മുതൽ 98% വരെ വാക്സിൻ എഫിക്കസി, അതായത് ഈ രോഗം കൊണ്ട് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാവുന്നത് തടയപ്പെടാം. 95 മുതൽ 98% വരെ അത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ലോകത്തിൽ പല രാജ്യങ്ങളിലും ഇത് എത്രയോ വർഷങ്ങളായിട്ട് കൊടുക്കുന്ന ഒരു വാക്സിനാണ്. അതിന്റെ ഫലപ്രാപ്യത എത്രയുണ്ടെന്നുള്ളത് നമുക്ക് കണക്കാക്കപ്പെട്ട് കഴിഞ്ഞു. അത് തർക്കമില്ലാത്തൊരു സംഗതിയാണ്, നിസ്സംശയം പറയാവുന്ന സംഗതിയാണ്. 95% മേലെയുണ്ട് അതിന്റെ ഫലപ്രാപ്തി. ശരി ഡോക്ടർ. അതുപോലെ ഈ സെർവിക്കൽ ക്യാൻസർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഈ ക്യാൻസർ ഉണ്ടാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം HPV വൈറസ്, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അതിന്റെ ലൈംഗിക വീഴ്ചയിലൂടെയാണ് മിക്കവാറും ഇത് പകരുന്നത്. അല്ലാതെയും കരങ്ങളിലൂടെയും സ്പർശനത്തിലൂടെയും വൃത്തിയില്ലായ്മയിലൂടെയും ഒക്കെ അത് പകരാം. അപ്പം ഇത് അധികവും കാണുന്നത് 18 വയസ്സിന് മുമ്പ് ലൈംഗിക ബന്ധം ആരംഭിക്കുകയാണെങ്കിൽ അത് ഒരു ഘടകമാണ്. തനിക്കോ പങ്കാളിക്കോ ഒന്നിൽ കൂടുതൽ ലൈംഗിക പങ്കാളികൾ ഉണ്ടെങ്കിൽ അതും ഒരു രോഗം, ഈ വൈറസ് പരത്താനുള്ള ഒരു കാരണമാണ്. പിന്നീട് തുടരെ ഉള്ള ഗർഭധാരണം, 3ഓ അതിലധികമോ ഗർഭധാരണം, പുകവലി, പിന്നെ ഒരു 10 വർഷത്തിലധികം ഒക്കെ ഓറൽ കോൺട്രാസെപ്റ്റീവ്, ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുക, ഇതൊക്കെ അതിന് കാരണങ്ങളായി നമ്മൾ കാണിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ എയ്ഡ്സ് ബാധിച്ച അഥവാ HIV ബാധിച്ചവരിൽ ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കും. അങ്ങനെയുള്ളവരിലും ഈ രോഗം കുറച്ച് അതിന്റെ തോത് ലേശം കൂടിയിരിക്കും. ഇതൊക്കെയാണ് ഇത് രോഗമുണ്ടാക്കുന്ന ഘടകങ്ങൾ. രോഗം കുറയ്ക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ലൈംഗിക വ്രതം, അതായത് നമ്മൾ ഒരു പങ്കാളി മാത്രം ഉണ്ടായിരിക്കുക, പിന്നെ ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കുക, പിന്നെ ശുചിത്വം, വ്യക്തി ശുചിത്വം പാലിക്കുക. ഈ വക കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, വാക്സിനേഷൻ എടുക്കുക. 2, സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയരാകുക. എല്ലാ സ്ത്രീകളും സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് ജീവിതത്തിൽ 35 വയസ്സിൽ ഒരിക്കലെങ്കിലും ഇതിന് വിധേയരായിരിക്കണം. അതാണ് അടുത്ത പോയിന്റ് ഇത് തടയാനുള്ളത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, പിണറായിൽ നിന്നും കരുണാകരനാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ.
പറയൂ. ഹലോ എന്നാലും ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ. കേൾക്കുന്നുണ്ട്, ആ പറഞ്ഞോളൂ. ആ അതായത് 40 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് ഈ ഇന്നത്തെ വാക്സിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയാനാണ്. വാക്സിൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ചെയ്യാം. 3 ഡോസ് വാക്സിൻ എടുക്കണം. ഒരു ഡോസ് ഇന്ന് എടുക്കുകയാണെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഡോസ്, മൂന്നാമത്തെ ഡോസ് 6 മാസം കഴിഞ്ഞിട്ട്, അങ്ങനെ 3 ഡോസ് വാക്സിൻ എടുക്കണം. പക്ഷെ അതിനകത്തൊരു കാര്യം അറിയേണ്ടതുണ്ട്. ഇവർക്ക് ഈ മേൽപ്പറഞ്ഞ 20 വയസ്സിന് ചുവടെയുള്ള കുട്ടികളിൽ നമ്മൾ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലപ്രാപ്തി ഈ 40 വയസ്സിൽ നമ്മൾ വെക്കുമ്പോൾ ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് വെക്കുകയാണെങ്കിൽ വെക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലോകാരോഗ്യ സംഘടന നൽകുന്ന വിവരം. അത് നല്ല ചോദ്യമാണ്. ശരി ഡോക്ടർ, പ്രേക്ഷകനെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ ഒരു സംശയമാണ്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ ഈ ഒരു സെർവിക്കൽ ക്യാൻസർ, ഈ ഒരു രോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഈ രോഗത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ക്യാൻസർ ലക്ഷണങ്ങൾ വളരെ കുറച്ചേ ഇതിന് പ്രാരംഭഘട്ടത്തിൽ ഉണ്ടാവുന്നുള്ളൂ. അതിനാൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ക്യാൻസർ സ്ക്രീനിങ്ങിന് എല്ലാ സ്ത്രീകളും 3 വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ വിധേയരാകേണ്ടതുണ്ട്. അതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. കാരണം ലക്ഷണങ്ങൾ ഈ അസുഖത്തിന് കുറഞ്ഞിരിക്കും. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ഉണ്ടാവുന്ന രക്തം പോക്ക്. 2, ആർത്തവ വിരാമം കഴിയാത്തവരിൽ ഉണ്ടാകുന്ന ക്രമം തെറ്റിയുള്ള ആർത്തവം. 3, അഥവാ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈംഗിക ബന്ധത്തിന് ശേഷം ഉണ്ടാകുന്ന രക്തം പോക്ക് അല്ലെങ്കിൽ രക്തക്കറ. ഇത് ആണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ. പിന്നെ വരുന്ന സിംറ്റം അഥവാ ലക്ഷണം എന്ന് പറയുന്നത് വെജൈനൽ ഡിസ്ചാർജ്, യോനീസ്രവം. അതും മണത്തോടു കൂടിയ, ദുർഗന്ധത്തോടു കൂടിയുള്ള യോനീസ്രവം. പിന്നീട് ഇത് വിപുലമായ ഘട്ടത്തിലേക്ക് നമ്മൾ ഇത് കയറി പോകുമ്പോൾ ഈ രോഗം ഗർഭപാത്രത്തിന്റെ വശങ്ങളിലൂടെ പോയി കാലുകളിലെ ഞരമ്പുകളിലേക്കും നാഡികളിലേക്കും ഒക്കെ പ്രവേശിക്കും. ആ സമയത്ത് വസ്തി പ്രദേശത്ത് അല്ലെങ്കിൽ ഇടുപ്പിൽ വേദന, കാലിലേക്ക് വേദന, ചിലരിൽ ചിലപ്പോൾ മൂത്രം കണക്കില്ലാതെ പോവുക, അതിന്റെ കൺട്രോൾ നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ വരാം. അപ്പൊ അതൊക്കെ വളരെ ലേറ്റ് സ്റ്റേജിൽ കാണുന്ന ബുദ്ധിമുട്ടുകളാണ്, കാലിൽ വേദന ഒക്കെ. പക്ഷെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന സിംറ്റംസ് അഥവാ ലക്ഷണങ്ങൾ ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ഉണ്ടാവുന്ന ബ്ലീഡിങ് അല്ലെങ്കിൽ വെള്ളം പോക്ക്, രക്തം കലർന്ന വെള്ളപ്പോക്ക്, ബന്ധപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ്, ക്രമം തെറ്റിയുള്ള ആർത്തവം, അല്ലാതെ ക്രമം തെറ്റിയ ആർത്തവം വരിക. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഏത് പ്രായം മുതലാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ഇപ്പം ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നമുക്ക് പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ടോ? അതെ. അതായത് 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെയാണ് സ്ക്രീനിങ് കാലയളവ് എന്ന് പറയുന്നത്. അതായത് സ്ക്രീനിങ്ങിന് ഒരു സ്ത്രീ വിധേയരാകേണ്ടുന്ന സമയം. അഥവാ ലൈംഗിക വേഴ്ച 21 വയസ്സിലാണ് ആരംഭിക്കുന്നതെങ്കിൽ 23-ാമത്തെയോ 24-ാമത്തെയോ വയസ്സിൽ, അതായത് ലൈംഗിക വേഴ്ച തുടങ്ങി 3 വർഷം, അതാണ് ലോകാരോഗ്യ സംഘടന പറയുന്ന കണക്ക്. അപ്പം 3 വർഷം ലൈംഗിക വേഴ്ച തുടങ്ങിയതിന് ശേഷം എന്നുള്ള കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ 18 വയസ്സിൽ വിവാഹം എന്ന് വിചാരിച്ചാൽ തന്നെയും 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെയാണ് സ്ക്രീനിങ്. അത് 3 വർഷത്തിലൊരിക്കൽ. ഒന്നുകിൽ പാപ്സ്മിയർ, 3 തരം സ്ക്രീനിങ് ആണ് ഉള്ളത്. പാപ്സ്മിയർ ടെസ്റ്റ് വളരെ ലളിതമായൊരു ടെസ്റ്റാണ്. സ്പാറ്റുല അഥവാ നമ്മുടെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് പോലത്തെ ഒരു മരത്തിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ സ്റ്റിക്ക് ഉപയോഗിച്ച് ഗർഭാശയ മുഖത്തിൽ നിന്ന് കുറച്ച് കോശങ്ങൾ അല്ലെങ്കിൽ കണങ്ങൾ നമ്മൾ ശേഖരിച്ച് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നു. അതാണ് പാപ്സ്മിയർ ടെസ്റ്റ്. അത് നമുക്ക് ഒരു വളരെ ചുരുങ്ങിയ ചെലവിൽ, ഒരു മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യും. അഥവാ പുറത്താണെങ്കിൽ ഒരു 100-500 രൂപയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. അത് 3 വർഷത്തിലൊരിക്കൽ സ്ത്രീകൾക്ക് ചെയ്യാം. രണ്ടാമത്തെ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് HPV-DNA. ഞാൻ പറഞ്ഞല്ലോ, HPV-DNA തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. HPV-DNA ടെസ്റ്റ് അത് 5 വർഷത്തിലൊരിക്കൽ. 21 എന്നുള്ളത് നമ്മൾ 30 വയസ്സിലാണ് HPV-DNA ടെസ്റ്റ് ഉപയോഗിച്ചുള്ള സ്ക്രീനിങ് തുടങ്ങേണ്ടത്. 30 വയസ്സിൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ 5 വർഷം കൂടുമ്പോൾ ചെയ്താൽ മതിയാവും. 65 വയസ്സ് വരെ പരമാവധി ചെയ്യേണ്ടതുള്ളൂ. അഥവാ ഈ 65 മുതൽ വയസ്സ് വരെയും ആരും ഈ ടെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വിധേയരാകണം. പിന്നെ മൂന്നാമതൊരു ടെസ്റ്റും കൂടി ഉണ്ട്. നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന സ്ക്രീനിങ് ടെസ്റ്റാണ് വിഷ്വൽ ഇൻസ്പെക്ഷൻ വിത്ത് അസറ്റിക് ആസിഡ്. അതായത്
നേർത്ത വിനാഗിരി ഉപയോഗിച്ച് ഗർഭപാത്രത്തിന്റെ മുഖത്ത് നേർത്ത വിനാഗിരി വെച്ചുകൊണ്ട് അത് മാറ്റി അത് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തെങ്കിലും വെളുത്ത പ്രതലങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എന്ന് കാണാം. അതായത് വിഷ്വൽ ഇൻസ്പെക്ഷൻ വിത്ത് അസിറ്റിക് ആസിഡ്. ഈ 3 ടെസ്റ്റുകളാണ് നമുക്ക് സ്ക്രീനിങ്ങിന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ടെസ്റ്റുകൾ. അപ്പം 3 വർഷത്തിലൊരിക്കൽ ആണ് ഈ പറഞ്ഞ VIA, വിഷ്വൽ ഇൻസ്പെക്ഷൻ വിത്ത് അസിറ്റിക് ആസിഡും ചെയ്യേണ്ടത്. ഇതെല്ലാം തന്നെ ക്യാൻസറിനെ ഒരു 70% മുതൽ 90% വരെ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുന്ന ടെസ്റ്റുകളാണ്. ശരി ഡോക്ടർ, വ്യക്തമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഗർഭാശയ മുഖ ക്യാൻസറിന് അപകട സാധ്യത കൂടുതലാണോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സങ്കീർണതകൾ എന്ന് പറയുന്നത് എന്തെല്ലാമാണ്? ഇത് നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ 4 ഘട്ടമായിട്ടാണ് നമ്മൾ ഈ അസുഖത്തിനെ കാണുന്നത്. പ്രാരംഭഘട്ടം, അതായത് സ്റ്റേജ് 1 നമ്മൾ ഈ അസുഖത്തിനെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ സർജറി ഉപയോഗിച്ച് നമുക്ക് ചികിത്സിക്കാം. അപ്പോ ചില ആൾക്കാരിൽ റേഡിയേഷൻ ഉപയോഗിച്ച് ചികിത്സിക്കാം. അപ്പൊ എന്ത് തന്നെയായിരുന്നാലും 95%, 90-95% ഈ അസുഖം അവിടെ ഭേദമാകും. രോഗത്തിന്റെ കാഠിന്യം സ്റ്റേജ് 2 മുതൽ സ്റ്റേജ് 4 വരെ മാറുന്ന അവസരത്തിൽ നമുക്ക് റേഡിയേഷൻ ചികിത്സ അതോടൊപ്പം കുറച്ച് ചെറിയ തോതിലുള്ള കീമോതെറാപ്പി എന്നിവ സംയോജിപ്പിച്ച് നൽകും. കീമോ റേഡിയേഷൻ ഇത് നൽകുന്നതിലൂടെയും നമുക്ക് ഫലപ്രദമായി ചികിത്സ നമുക്ക് കൊടുക്കാം. പക്ഷെ എങ്കിലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 95%, 90% ഉള്ള ആ രോഗം ഭേദമാകുന്നതിന്റെ അത്രയും കിട്ടൂല. അതിനനുസരിച്ച് സ്റ്റേജ് കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞിരിക്കും. അപ്പൊ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഈ രോഗം ഈ രോഗം ബാധിക്കാതെ നോക്കണം. അതാണ് നമുക്ക് പറയാനുള്ള ഒരു ടേക്ക് ഹോം മെസ്സേജ്. രോഗം വരാതെ ബാധിക്കാതെ നോക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് ലളിതമായ സംവിധാനങ്ങൾ നിലവിലുണ്ട്. അപ്പം ഒന്നുമില്ലെങ്കിലും നമുക്കൊരു പഞ്ഞി നേരത്തെ 5% അസിറ്റിക് ആസിഡ് ഗർഭപാത്രത്തിന്റെ മുഖത്ത് വെച്ചിട്ട് നമുക്ക് അവിടെ അസുഖം ഉണ്ടോ എന്ന് നോക്കാം. അതിന് ഒരു പണച്ചെലവുമില്ല. അപ്പം അതിന് നമ്മുടെ ഒരു നിശ്ചയദാർഢ്യം മാത്രം മതി. ഞാൻ ഈ ടെസ്റ്റിന് വിധേയമാകുമെന്ന് നിശ്ചയദാർഢ്യം മാത്രം മതി. ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ സഹായവും ഈവൺ ഒരു നഴ്സിന്റെ സഹായവും മതി, ഒരു ക്ലിനിക്ക്. അപ്പം ഇതിന്റെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ റേഡിയേഷൻ നൽകുന്ന അവസരത്തിൽ അണ്ഡാശയം, അണ്ടോൽപാദനം ഒക്കെ നശിച്ചു പോകും. കാരണം റേഡിയേഷൻ കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് അണ്ഡാശയം ചിലപ്പോൾ പ്രിസർവ് ചെയ്യാൻ പറ്റും ചില സിറ്റുവേഷനിൽ. പിന്നെ ഇതിന്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് വിപുലമായ സ്റ്റേജിൽ ഇതിന്റെ കാലിലേക്കും കാലിലെ ഞരമ്പുകളിലേക്കും ഒക്കെ പടർന്നു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി ഞാൻ ഓർക്കുന്നു, ഒരു 2-3-4 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു, ഒരു സ്ത്രീ എൻ്റെ അടുത്ത് ഗർഭാശയകളെ ക്യാൻസറുമായി വന്നു. ഞാൻ അവരെ റേഡിയേഷൻ ചികിത്സയ്ക്ക് വിട്ടു. പക്ഷെ അവര് ചികിത്സയ്ക്ക് പോയില്ല. അവര് എന്തൊക്കെയോ കുറച്ച് മരുന്നുകളൊക്കെ ഏതൊക്കെയോ ഡോക്ടർമാരെയൊക്കെ കാണിച്ച് അവർ മരുന്നുകളൊക്കെ എന്തൊക്കെയോ കഴിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവര് മൂത്രം ക്രമമില്ലാതെ അവർക്ക് പിടിച്ചു വെക്കാൻ പറ്റാതെ മൂത്രം ഇങ്ങനെ ഡ്രിബിൾ ചെയ്ത് പോവുക. അപ്പൊ എന്താ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് എന്താ വെച്ചാൽ, അത് ഗർഭപാത്രത്തിന്റെ മുകളിലുള്ള ക്യാൻസർ മൂത്രസഞ്ചിയിലേക്ക് കയറിപ്പോയിരിക്കുന്നു. അപ്പൊ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം ക്രമമില്ലാതെ യോനിനാളത്തിലൂടെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് കൊടുക്കാനുള്ള ചികിത്സ വളരെ കുറച്ചേ ഉള്ളൂ. അവരുടെ പാലിയേറ്റീവ് കെയറിലേക്ക് അവരുടെ ചികിത്സ മാറുകയാണ്. അപ്പം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഈ രോഗം വരാതെ നോക്കാൻ പറ്റും. അതിന് തന്നെയാണ് നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടത്. നോക്കിയില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥാവിശേഷങ്ങളിലേക്ക് പോകും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, എറണാകുളത്ത് നിന്നും റംലത്താണ്. റംലത്ത്, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറയൂ. 9 വയസ്സ് തുടങ്ങി 15 വയസ്സ് വരെ ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞില്ലേ സെർവിക്കൽ ക്യാൻസർ ഉണ്ടതിന്? അപ്പൊ അത് ഏതൊക്കെ പ്രായത്തിൽ എടുക്കണ്ട? 9 വയസ്സ് കഴിഞ്ഞിട്ട് 15 വയസ്സിനുള്ളിൽ? വാക്സിനേഷനെ കുറിച്ചല്ലേ ചോദിച്ചത്? അതെ. ഞാൻ പറഞ്ഞു, അത് 9 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ് ഏറ്റവും നല്ല സമയം കൊടുക്കാൻ. അപ്പൊ ഏതൊക്കെ പ്രായത്തിൽ എടുക്കണം? 9 വയസ്സുള്ള പെൺകുട്ടി 9 മുതൽ 15 വയസ്സ് വരെ ആണെങ്കിൽ ഒരു 2 ഡോസാണ് നൽകേണ്ടത്. ഏറ്റവും നല്ലത് 1 ഡോസ് കൊടുത്താലും കുഴപ്പമില്ല. 9 മുതൽ 15 വയസ്സ്. ഏത് പ്രായത്തിലാണ് കൊടുക്കേണ്ടത്? ഇത്ര വയസ്സിൽ കൊടുക്കണമെന്നുണ്ടോ? അത് ഏത് സമയത്ത് 9 വയസ്സ് കഴിഞ്ഞ ഏത് കുട്ടിക്കും കൊടുക്കാം. 9 വയസ്സ് എന്ന് പറഞ്ഞ പ്രായം കഴിഞ്ഞ ഏത് കുട്ടിക്കും അത് കൊടുക്കാം. പെൺകുട്ടി 20 വയസ്സ് വരെ. ഇപ്പോൾ കേരള സർക്കാർ അത്
അത് +1 +2 കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോജക്റ്റ് അതിന്റെ ഫൈനൽ ഫേസിലാണ്. ഞങ്ങളുടെ ഗവൺമെന്റ് തലത്തിൽ തന്നെ അത് കൊടുക്കാനുള്ള സംവിധാനം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളത് അത് പൂർണ്ണമായിട്ടുള്ള വിവരത്തിലേക്ക് വന്നിട്ടില്ല. അത് നടക്കും, അധികം താമസിയാതെ ഇപ്പം അതും ഉണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം ഇത് ഗർഭധാരണത്തെ ബാധിക്കുമോ? അതുപോലെ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് പടരുന്നത് എപ്പോഴാണ്? ഗർഭപാത്രത്തെ ബാധിക്കുന്ന രോഗം ഗർഭപാത്രത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനായ ഗർഭധാരണത്തെയും ബാധിക്കും, അതിന് സംശയമൊന്നുമില്ല. അപ്പം ഗർഭാശയ മുഖം എന്ന് പറഞ്ഞാൽ അത് കടന്നിട്ട് വേണം ഈ പറയുന്ന സ്പേം അഥവാ ബീജത്തിന് ഗർഭപാത്രത്തിലേക്ക് എത്താൻ. അപ്പം നാച്ചുറലി അത് അതിനെ ബാധിക്കും. അപ്പം നമ്മൾ പ്രാരംഭ ദശയിൽ വളരെ തുടക്കത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ ഗർഭപാത്രത്തിന്റെ മുഖം മാത്രം നീക്കം ചെയ്യുന്ന റാഡിക്കൽ ട്രക്കിലെക്ടമി എന്ന് പറയുന്ന ഒരു സർജറി ചെയ്യാം. അത് ചെയ്തിട്ട് നമ്മൾ ഗർഭപാത്രത്തിന്റെ മുകൾ ഭാഗം നിലനിർത്തിക്കൊണ്ട് നമുക്ക് സർജറി ചെയ്യാം. അത് വളരെ റെയറായിട്ടേ നമ്മൾ ചെയ്യാറുള്ളൂ. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരിൽ ഗർഭധാരണം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. ഒരു 50 മുതൽ 60% വരെ ഗർഭധാരണം, പക്ഷെ എങ്കിൽ കൂടി അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ ഗർഭധാരണം സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ പ്രാരംഭ ദശയിൽ അത് കണ്ടെത്തുകയാണെങ്കിൽ, കറക്റ്റ് ചികിത്സ നൽകുകയാണെങ്കിൽ ഒരു ഗർഭധാരണം സാധ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശരി ഡോക്ടർ, അതുപോലെ തന്നെ ഡോക്ടർ, എങ്ങനെ ഇത് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കും? അതായത് പരിശോധന മാർഗങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് സ്ക്രീനിങ് മാർഗങ്ങൾ ഒക്കെ എങ്ങനെയാണ്? അതുകൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാമോ? അതെ, ഒരു സ്ത്രീകള് ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുക. അവര് ഗൈനക്കോളജിസ്റ്റ് അവരുടെ യോനി നാളത്തിലൂടെ ഒരു ചെറിയ സ്പെക്കുലം എന്ന് പറഞ്ഞാൽ ഒരു അവിടെ ഗർഭാശയ മുഖം കാണുവാനുള്ള ഒരു ചെറിയ ഒരു ഉപകരണം, അത് വെച്ചിട്ട് ഗർഭാശയ മുഖത്തിൽ നിന്ന് ഒരു ചെറിയ സ്പാറ്റുല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്പൂൺ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ലളിതമായ ഐസ്ക്രീം സ്പൂൺ, അതിന്റെ സ്പൂൺ ഉപയോഗിച്ച്, മരത്തിന്റെ സ്പൂൺ ഉപയോഗിച്ച് ഗർഭപാശയുടെ മുഖം നമുക്ക് വ്യക്തമായി കണ്ടുകൊണ്ട് അവിടുന്ന് ഒരു സ്മിയർ എടുക്കുന്നു, അഥവാ കുറച്ച് കോശങ്ങൾ കളക്ട് ചെയ്യുന്നു. ഈ കോശങ്ങളെ നമ്മളൊരു സ്ലൈഡിലേക്ക് മാറ്റി അതിൽ മൈക്രോസ്കോപ്പിലൂടെ സ്റ്റെയിൻ ചെയ്തതിനു ശേഷം നോക്കി പറയുന്നത് അതിനാണ് പാപ്സ്മിയർ ടെസ്റ്റ്. അതിന് ഞങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഞങ്ങളൊരു പഠനം നടത്തി. ഇവിടുത്തെ നഴ്സുമാരുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും 90% ഇങ്ങനെ ഒരു ടെസ്റ്റ് അവൈലബിൾ ആണെന്ന് അറിയാമെങ്കിലും 30% പേര് മാത്രമേ ഈ ടെസ്റ്റിന് വിധേയരായിട്ടുള്ളൂ. സ്ത്രീകൾക്ക് ഇതിലേക്ക് വരാൻ ഈ ഒരു രോഗമില്ലല്ലോ. രോഗമില്ലാത്ത ഒരാൾ 3 വർഷത്തിലൊരിക്കൽ ഈ ടെസ്റ്റിന് വേണ്ടി വിധേയരാകുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, പാപ്സ്മിയർ ടെസ്റ്റിന്. അപ്പം ഇതിന് വിധേയരാകാൻ സ്ത്രീകൾ തയ്യാറല്ല. നാച്ചുറലി ഒരു പ്രൈവസിന്റെ ഒരു വിഷയം അവിടെ ഉദിക്കുന്നുണ്ട്. അതിനുവേണ്ടി വേറൊരു മാർഗം വന്നിട്ടുള്ളത് HPV DNA, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് DNA ടെസ്റ്റിംഗ്. അത് ഡോക്ടർക്കും കളക്ട് ചെയ്യാം, പേഷ്യന്റിന് സ്വന്തമായിട്ടും കളക്ട് ചെയ്യാം. അത് അത്ര അങ്ങോട്ട് വരുന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് HPV DNA ടെസ്റ്റ്. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് 5 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി. അതിന്റെ ചെലവ് ലേശം കൂടിയിരിക്കും. ഒരു 2000-ന്റെ അടുത്ത് 1500-നും 2000 രൂപേന്റെ ഇടയ്ക്ക് ഒരു ടെസ്റ്റിന്. പക്ഷെ അതിന് 90% വരെ ഈ രോഗം കണ്ടെത്താനുള്ള കഴിവുണ്ട്. അതിന്റെ ചെലവ് മാത്രമേ അത് കൂടുതലുള്ളൂ. 5 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി എന്നുള്ള അഡ്വാൻറ്റേജ് അതിനുണ്ട്. പിന്നെ മൂന്നാമത്തത് വിഷ്വൽ ഇൻസ്പെക്ഷൻ വിത്ത് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ചുർക്ക അഥവാ വിനാഗിരി, നേർപ്പിച്ച ലായനി, അതിലൊരു കുറച്ചൊരു പഞ്ഞിയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ സ്വാബോ ഉപയോഗിച്ച് നമ്മൾ ഗർഭാശയ മുഖത്ത് വെക്കുന്നു. അവിടെ വല്ല വെളുത്ത പ്രതലങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളർ വ്യത്യാസമോ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് നിന്ന് ബയോപ്സി എടുക്കുന്നു. അങ്ങനെയും കണ്ടെത്താം. ഈ 3 രീതിയിൽ ഇതാണെങ്കിലും 3 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി. അത് ഈ ഒരു പറയുന്ന വിഷ്വൽ ഇൻസ്പെക്ഷൻ അസറ്റിക് ആസിഡ് ടെസ്റ്റ് ചെയ്തിട്ട് 35% സെർവിക്കൽ ക്യാൻസർ കൊണ്ടുള്ള രോഗം കുറയ്ക്കുമെന്ന് ഡോക്ടർ ശങ്കരൻ നാരായണന്റെ സ്റ്റഡി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അത് വളരെ ഫലപ്രദമാണ്. അപ്പം നമുക്ക് 75,000 സ്ത്രീകൾ ഈ രോഗം കൊണ്ട് ഇന്ത്യയിൽ മരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. അപ്പൊ 75,000 സ്ത്രീകളിൽ അത് 35% വെച്ച് നമുക്ക് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 25,000 സ്ത്രീകൾ കുറച്ചല്ലേ ഇന്ത്യയിൽ മരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതൊരു വലിയ കിട്ടലല്ലേ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, കൂത്താട്ടുകുളത്ത് നിന്നും നിഷയാണ്. നിഷ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. പറയൂ സാർ, എൻ്റെ മോള് 16 വയസ്സ്. അവളുടെ സ്കൂളിൽ ഈ HPV വാക്സിൻ കൊടുക്കുന്നുണ്ട്.
അപ്പൊ നമ്മളോട് പെർമിഷൻ ചോദിച്ചു. അപ്പൊ മോക്ക് വെരി IG ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ രണ്ട് കൈയും കുട്ടി ആ കുട്ടിക്ക് പെർമിഷൻ കൊടുക്കും. നല്ല പ്രോത്സാഹനവും കൊടുക്കും. IG ടെസ്റ്റില് അവർക്ക് അതിന്റെ റിസൾട്ട് 1038.5 IU/ml ആണ്. അപ്പൊ അതിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നറിയാനായിട്ടായിരുന്നു. ഇല്ല. നിങ്ങൾ ധൈര്യമായിട്ട് കുട്ടിയെ അത് വെക്കുന്ന ഏത് സ്കൂളിലാണ് അവർ പഠിക്കുന്നത്? അവള് ആൽഫ ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ ആലപ്പുഴ. നല്ല സ്കൂൾ അധികൃതർ നല്ല മാതൃക കാണിക്കുന്നു, അവരെ പ്രോത്സാഹനം അറിയിക്കുന്നു, കുട്ടികൾക്കും പ്രോത്സാഹനം നൽകുക. വാക്സിനേഷൻ കുട്ടി വിധേയരാകട്ടെ. നമ്മൾ ഇങ്ങനെ തന്നെയാണ് രോഗങ്ങളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും വാക്സിനേഷനുള്ള സമ്മതം നിങ്ങൾക്ക് കൊടുക്കാം. താങ്ക് യു സർ. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ സെർവിക്കൽ ക്യാൻസർ നമുക്ക് മരുന്ന് കൊണ്ട് മാത്രം മാറ്റാൻ സാധിക്കുമോ? അതല്ലാണ്ട് ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യമുണ്ടോ? അതായത് കോൾപോസ്കോപ്പി, അത് നിങ്ങൾ പുതിയ വാക്ക് കൊടുക്കുക. കോൾപോസ്കോപ്പി എന്ന് പറഞ്ഞാൽ, കോൾപോസ് എന്ന് പറഞ്ഞാൽ യോനിനാളം, കോൾപോസ്കോപ്പി എന്ന് പറഞ്ഞാൽ യോനിനാളത്തിലൂടെ നമ്മൾ ഒരു മൈക്രോസ്കോപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഒരു സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് ഗർഭാശയ മുഖം പരിശോധിക്കുന്ന ഒരു ഉപകരണമാണ് കോൾപോസ്കോപ്പ്. അത് ഉപയോഗിച്ച് നമ്മൾ കുറച്ചും കൂടെ വ്യക്തമായി ഈ രോഗത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു അബ്നോർമൽ ആയിട്ടുള്ള പാപ്സ്മിയർ അല്ലെങ്കിൽ HPV DNA അല്ലെങ്കിൽ VIA ടെസ്റ്റ് കാണുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കോൾപോസ്കോപ്പ് ഉപയോഗിച്ച് ഇത് പരിശോധിച്ച് അവിടുന്ന് പരിശോധനയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഘട്ടം നിശ്ചയിക്കുക. അതിന് വേണ്ടി കോൾപോസ്കോപ്പ്. അപ്പം അത് എല്ലാ താലൂക്ക് ആശുപത്രികളിലും അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രികളിലും ഇത് നിലവിലുണ്ട്. ഒരു ഗൈനക്കോളജിസ്റ്റിന് ചെയ്യാവുന്ന സംഗതിയുള്ളൂ കോൾപോസ്കോപ്പി എന്ന് പറയുന്നത്. ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഏതെല്ലാം ഘട്ടങ്ങളിലാണ് നമുക്ക് ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നത്? എല്ലാ 4 ഘട്ടങ്ങളുണ്ട്. സ്റ്റേജ് 1, 2, 3, 4. 4 ഘട്ടങ്ങളിലും 4B എന്ന് പറഞ്ഞാൽ രോഗം മറ്റ് അവയവങ്ങളെ ബാധിച്ച അവസ്ഥ. ആ അവസ്ഥയിൽ നമുക്ക് ഭേദപ്പെടുത്താൻ പറ്റില്ല. ബാക്കി എല്ലാ സ്റ്റേജിലും നമുക്കിത് ഭേദപ്പെടുത്താം. പക്ഷെ ഏറ്റവും ഫലപ്രദം ഫസ്റ്റ് സ്റ്റേജിലാണ്, സ്റ്റേജ് 1. അതായത് ഗർഭപാത്രത്തിന്റെ മുഖത്ത് അവിടെ മാത്രം നിലനിൽക്കുന്ന തുടക്കത്തിൽ തന്നെയുള്ള അവസ്ഥയിൽ. ആ അവസ്ഥയിൽ നമ്മൾ കണ്ടെത്തണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ സ്ക്രീനിങ്ങിന് വിധേയരാകണം, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. ഇത് അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഇതിനെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ട്. ഞങ്ങളിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏകദേശം ഒരു 150 മുതൽ 200ഓളം രോഗികളെ നമ്മൾ ഈ അസുഖം വെച്ച് ഒരു വർഷം കാണാറുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു സംഗതി, ഇതിൽ 80% രോഗികളും വരുന്നത് സ്റ്റേജ് 3യിലാണ്, അഥവാ സ്റ്റേജ് 4ലോ സ്റ്റേജ് 3യിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ രോഗം ചികിത്സിച്ചാൽ അതിന്റെ ഏറ്റവും നല്ല എഫക്റ്റീവ്നെസ്സിൽ നമുക്ക് അതിനെ ചികിത്സിക്കാൻ പറ്റില്ല. ചികിത്സിക്കുന്നത് നമ്മളെല്ലാവരും ചികിത്സിക്കും, പക്ഷെ എല്ലാവരുടെയും അസുഖം മാറിക്കൊള്ളുന്നില്ല. അപ്പോൾ സ്റ്റേജ് 1ൽ നമുക്ക് ഇപ്പോഴും രോഗികളെ 15-20% രോഗികളെ മാത്രമേ കിട്ടുന്നുള്ളൂ. കേരളത്തിൽ നമ്മുടെ സെർവിക്കൽ ക്യാൻസർ കുറഞ്ഞു എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്നു. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചും അതിന്റെ രോഗപ്രതിരോധത്തെക്കുറിച്ചുമാണ് ഹെറോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സന്തോഷ് കുര്യാക്കോസ് ആണ്. അതുപോലെ തന്നെ ഒബ്സ്ട്രക്റ്റീവ്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറും ഗൈനക്കോളജിക് ഓങ്കോളജി ഡിവിഷൻ ഇൻചാർജുമാണ് ഡോക്ടർ. നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.